ഹലോ ഫ്രണ്ട്സ്, Food4 പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്താ ചൂടില്ല സുഖല്ലേ? അതെ, അപ്പോൾ ചൂടായതുകൊണ്ട് നമുക്ക് ഈ ചൂടൊക്കെ ഒന്ന് ശമിപ്പിക്കാനായിട്ട് നമ്മുടെ ഈ തണ്ണിമത്ത, അതായത് ഈ വത്തക്ക കൊണ്ട് തന്നെ നമ്മൾ അടിപൊളി വെറൈറ്റി ജ്യൂസാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ലെറ്റ്സ് ഗോ. ഈ തണ്ണിമത്തം കണ്ടാലേ വെട്ടാന്ന് തോന്നുന്നല്ലേ? അത്രയ്ക്ക് സിമ്പിളാണ് വെട്ടാൻ. തണ്ണിമത്തൻ്റെ ഗുണങ്ങൾ പറയാനുണ്ടെങ്കിൽ കുറേ പറയാനുണ്ട്. അത്രയ്ക്കും നല്ല സാധനമാണ്, ഭയങ്കര റിഫ്രഷിങ് ആണ്. അതാണ് നമ്മൾ ഈ ചൂടെ തന്നെ ഇതെടുത്ത് ചോര നല്ല മധുരം ഉണ്ടാവും. മധുരമുണ്ട്. ചെറിയ പീസ് ഇത് കട്ട് ചെയ്ത് സെറ്റാക്കാം. അടിപൊളിയേ. സെറ്റാ അവിടെ ഇതാ പൊടി. ഇത് നമ്മൾ മാക്സിമം ചെറുതാക്കുന്നത് അത്രയും നല്ലത്. അപ്പോൾ നമുക്ക് ചതയ്ക്കാൻ സിമ്പിളായിരിക്കും. നമ്മളിത് ഭയങ്കര റീഫ്രഷിങ് ഉള്ളത്. കുത്തിന് തിന്നൊരു സ്ഥലമാണ്, കട്ട് ചെയ്യണം. അതെ അതെ, നീ വന്നപ്പോൾ തൊട്ട് റീഫ്രഷ് ആവാണ്. ഭയങ്കര ചൂട്, എന്താ ചെയ്യാ? അപ്പോൾ കട്ട് ചെയ്ത തണ്ണിമത്തം നമുക്ക് ഇതിൽ എടുത്തിട്ട് അങ്ങോട്ട് കൊട്ടി കൊടുക്കാം. ഞാൻ ചോദിച്ചു. ഓക്കെ, ചോദിക്കുക. തണ്ണിമത്തം ഫ്രൂട്ടാണോ വെജിറ്റബിൾ ആണോ? തണ്ണിമത്തൻ ഫ്രൂട്ട്, വെജിറ്റബിൾ ഫ്രൂട്ട് അല്ലേ? തണ്ണിമത്തം രണ്ടുമാണ്. തണ്ണി മച്ചാനല്ല. നമുക്ക് ഈ സാധനം കൊണ്ട് ചതച്ചെടുക്കാം ഈ തണ്ണിമത്തനെ. മാക്സിമം ജ്യൂസ് നമ്മൾ ഇതിന് പിഴിഞ്ഞെടുക്കും, അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമ്മൾ ഏകദേശം ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പിഴിഞ്ഞെടുക്കാൻ നല്ല സുഖമായിട്ട് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ നന്നായി ചതച്ചെടുത്ത ഈ തണ്ണിമത്ത, അതായത് വത്തക്ക, അത് നമ്മൾ ഒന്ന് ഇതിലിട്ടിട്ട് തോർത്തിലൊക്കെ ഇട്ടിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കാം. കണ്ടമാനെ കിട്ടുമല്ലോ നമുക്ക്. ഇടയ്ക്ക് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ പോയാൽ കണ്ടമാനം ജ്യൂസ് ഇട്ടിട്ടോ സുഖമില്ലേ? ഐസ്. ഇപ്പോൾ നമുക്ക് കൊട്ടിയിട്ട് അങ്ങോട്ട് ആക്കി കൊടുക്കാം, പിഴിഞ്ഞു കൊടുക്കാം അല്ലേ? അപ്പോൾ ലാസ്റ്റത്തെ നമ്മുടെ 100 കിലോ തണ്ണിമത്തൻ്റെ ജ്യൂസാണ് ഇതിലെ സുഖല്ലേ? അതെ, അവസാന നിമിഷങ്ങളിലേക്ക് ഇതാ പോയി. നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പം 100 കിലോ തണ്ണിമത്ത പിഴിഞ്ഞെടുത്തതിലേക്ക് നമ്മൾ ഒരു 10 കിലോ പഞ്ചസാര ലായനിങ്ങനെ ഒഴിക്കാം. പാല്, അപ്പോൾ നമുക്ക് കസ്കസ് കൂടെ ഒന്ന് ഇടാം അതിൽ.
ചീറും മോനെ. അപ്പോൾ നല്ല ചില്ലായിട്ടുള്ള തണ്ണിമത്തൻ ജ്യൂസ് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല സുരേ. വാ, അടിപൊളിയാണ്, ചില്ലുണ്ടല്ലേ. ഇന്ന് നമ്മൾ പുറത്തുനിന്ന് വലിയ വെള്ളമൊന്നും വാങ്ങിച്ചിട്ടില്ല, കാരണം ഈ തണ്ണിമത്തൻ ഉള്ളതുകൊണ്ട് അല്ലേ. അടിപൊളിയായിട്ട് നല്ല ഫ്രഷ്, നല്ല റീഫ്രഷ്മെന്റ് ഐറ്റമാണ് സാധനം. തണ്ണിമത്തൻ കഴിക്കാനേ ടൈമുള്ളൂ അല്ലേ, അതിന് കട്ട് ചെയ്ത് കഴിച്ചിട്ട്. അടിപൊളി ഐറ്റം അല്ലേ, സെറ്റ് സാധനം. മധുരം നല്ല കറക്റ്റ് വന്നിട്ടുണ്ടല്ലേ, സംഭവം നൈസായിട്ടുണ്ട്. എന്താണ് ജാസിൽ നമുക്ക് കസിൻ ഉണ്ടോ? ജാസ് ഉണ്ട്, അടിപൊളിയല്ലേ. ഇനി വേണോ കുറച്ച് എടുക്കട്ടെ? കണ്ണാപ്പി കുറച്ച് എടുക്കട്ടെ. അപ്പൊ ഇനി റീഫിൽ ചെയ്തിട്ടുണ്ട് അല്ലേ. സംഭവം ഇത് പെട്ടെന്ന് തീർന്ന്. ചൂടല്ലേ, പെട്ടെന്ന് തീരും. അല്ല കുടിക്കുന്നതിനനുസരിച്ചേ തീരുള്ളൂ കേട്ടോ. മെയിൻ സംഭവം തണ്ണിമത്തനിൽ 92% വെള്ളമുള്ള. അതെ, നമ്മൾ പിഴിഞ്ഞെടുത്തപ്പോ ചണ്ടിയായിരുന്നു കൂടുതൽ. കിടുക്കാച്ച ഐറ്റം. ഇതുപോലത്തെ ഒരു ജ്യൂസ് ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല. അപ്പോൾ ഈ പെരും വെയിലത്ത് നല്ല ചൂട് സമയത്ത് നമ്മൾ ഈ റീഫ്രഷ്മെന്റ് തണ്ണിമത്തൻ ജ്യൂസ് കുടിച്ചാൽ നല്ല ചില്ലായിട്ടുണ്ടാവും. അതുണ്ടാവും. അപ്പോൾ നമുക്ക് നിർത്തിക്കളയാം. അപ്പോൾ തണ്ണിമത്തൻ, അതായത് ഞങ്ങൾ തണ്ണിമത്തൻ എന്ന് പറയാൻ കാരണം ഞങ്ങളുടെ ഈ ഭാഗത്ത് തണ്ണിമത്തൻ എന്നാ ഇതിനെ പറയാ. ഇത് വത്തക്കാന്നും പറയില്ലേ, നമ്മുടെ അവിടെ പറയുന്നൊന്നുമില്ല. അപ്പോൾ വീഡിയോയിൽ ഞങ്ങൾ കൂടുതൽ തണ്ണിമത്തൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇതുകൊണ്ട് തണ്ണിമത്തൻ അല്ലെങ്കിൽ വത്തക്ക, ഇതുകൊണ്ട് ഇതുപോലത്തെ ഒരു നല്ലൊരു ജ്യൂസ് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ലൊരു ജ്യൂസ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ, നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നമ്മൾ വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് ചട്ടപ്പെട്ടേ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ ഇനിയൊരു അടിപൊളി കിടിലൻ വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നല്ലതാണ്. ശരി, അപ്പോൾ തണ്ണിമത്തൻ ജ്യൂസാണ്.